ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പുതുതായിട്ട് കാർ എടുത്തിട്ട് കുറേ യാത്ര ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് സുഖവും സൗകര്യകരമായിട്ട് യാത്ര ചെയ്യാനായിട്ട് നമ്മൾ പുറകിൽ വെക്കുന്ന ഒരു ബെഡ് മേടിച്ചിട്ടുണ്ട്, നിങ്ങളെ കിടത്തുന്ന ഒരു ബെഡ്. അപ്പോൾ ആ ബെഡിൻ്റെ അൺബോക്സിങ്ങും പ്ലസ് റിവ്യൂ വീഡിയോയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം നമുക്ക് ഐറ്റം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിത് അഴിക്കാം കേട്ടോ. ഇതാണ് കേട്ടോ സാധനം. പാക്കേജിങ് മാത്രം വലിയ കുമ്മില്ല, അന്നേരം നമുക്ക് നോക്കാം. ഇതേ തുറന്നിട്ട് ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വർക്കാവുമോ, അതോ ഇനി എന്തെങ്കിലും എയർ ലീക്കേജ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് കാണാം കേട്ടോ. കീറി പറഞ്ഞ കഴിക്കുന്നു കേട്ടോ. പാക്കേജിങ്ങിൽ അത്ര സംതൃപ്തി എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഐറ്റം നോക്കിയാൽ മതിയല്ലോ, പാക്കേജ് നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്തോ ഇതിനകത്ത് ആദ്യം ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ടോ. ഇതിനകത്ത് ഇവർ ഇടുന്നത് പ്രൊഡക്റ്റിന് 5 സ്റ്റാർ കൊടുക്കുവാണെങ്കിൽ 150 രൂപ ക്യാഷ് ബാക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതിപ്പം എല്ലാ സാധനങ്ങളും നമ്മൾ പൈസ കൊടുത്ത് റിവ്യൂ ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂവിൻ്റെ ഒരു ഇതിട്ടുണ്ട്. പിന്നെ ഇതാണ് ബെഡ്. ഇതിനോട് ചേർന്ന് തന്നെ ഇത് വർക്ക് ചെയ്യാനുള്ള മോട്ടറും തരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. മോട്ടർ ഞാൻ ആദ്യം ഒന്ന് തുറന്ന് കാണിച്ചു തരാമേ. മോട്ടർ ഇതേ ചെറിയൊരു മോട്ടറാണ്. ഇത് നമ്മുടെ വണ്ടിയിൽ തന്നെ കണക്ട് ചെയ്തിട്ട് ഇതാകുന്നത്. ഇതാണ് ഇതിൻ്റെ ഹോസ്. അങ്ങനെ ഈ 3 ഐറ്റമാണ് ഇതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ. ഈ 2 എണ്ണം ഉണ്ടോ, ഇതാണിത് കേട്ടോ. പിന്നെ ഇതാണ് ബെഡ്. ഈ ബെഡും നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്കാവുന്നത്. കാറ്റ് പോകുന്നുണ്ടോ, അതോ എത്ര നേരം നിൽക്കുന്നുണ്ട്, ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പം നോക്കാം. എന്നിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് എവിടെയെങ്കിലും യാത്ര പോകുന്നതിന് ശേഷമുള്ള റിവ്യൂ ആയിട്ടുള്ളത് ഞാൻ വീണ്ടും ഇടാം കേട്ടോ. അപ്പം നമുക്കിത് വണ്ടിക്കകത്ത് വെച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എനിക്ക് സെറ്റാക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ചേട്ടനാണ് സെറ്റാക്കുന്നത്. ഇത് ആദ്യം ഒരു പില്ലോ ഉണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ 2 പില്ലോ ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളുടെ സൈസ് ആയിട്ടുള്ള ചെറിയൊരു പില്ലോയാണേ, 2 ചെറിയ പില്ലോ. ഇത് സീറ്റിൻ്റെ താഴെ വെക്കുന്ന ഇത് ഞാൻ വലുതാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാണ് ബെഡ് വരുന്നത്. നമ്മൾ ഇവിടെ ഇത് കണക്ട് ചെയ്തിട്ട് വണ്ടി ഓൺ ആക്കി കഴിഞ്ഞ് എയർ ആകുമ്പോഴത്തേക്കും അത് തന്നെ താഴെ നിറയും. 3 നോസിലുണ്ട് ഇതിനകത്ത്. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് മോട്ടർ ഇവിടെ മോട്ടർ അവിടെ കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്യണം. നമ്മുടെ കാറിന്റെ ബെഡിൽ ഇല്ല, ഇത് എവിടെ വെച്ചേക്കാം. ഇത് വീർപ്പിച്ച് വന്നപ്പോൾ ഇല്ലേ, ഇത്രയും സ്പേസ് നമുക്ക് വീണ്ടും ഉണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഐറ്റംസ് വെച്ച് ഫില്ല് ചെയ്യണം കേട്ടോ, അന്നേരം നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇതുണ്ടോ, സ്പേസ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ നല്ലതായിട്ട് ടൈറ്റ് ആവാനായിട്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ എയർ കയറ്റി. അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ഇനി നമുക്കേ ഇതുണ്ടോ, ഇത് ഇപ്പൊ ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബെഡും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാം റെഡിയാവും. നമുക്ക് ആദ്യം ഇനി നമുക്ക് ബെഡ് ഒന്ന് സെറ്റാക്കാം. ബെഡ് സെറ്റാക്കി ഇതിന്റെ മണ്ടയ്ക്ക് വേണം ബെഡ് ഇടാൻ. ബെഡ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്നുകൂടെ എയർ നിറച്ച് എല്ലാം ഒന്ന് ഫില്ലാക്കിയതിന് ശേഷം എങ്ങനെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. അടുത്ത് അത്യാവശ്യം നല്ല പവർ ഉണ്ട് അല്ലേ.
പെട്ടെന്ന് തന്നെ ആവുന്നുണ്ടല്ലേ? അത്യാവശ്യം നല്ല കത്തി കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. വാവ്! ഓ ഇത് പക്കയാണ് കേട്ടോ. ഇത് ഒന്നും നോക്കണ്ട, പക്കയാണ്, കറക്റ്റാണ്, എല്ലാം നല്ല സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ വീർപ്പിച്ച് ലൈറ്റ് കുറഞ്ഞു കേട്ടോ, സന്ധ്യയായി. സന്ധ്യ ആയതുകൊണ്ടേ വെട്ടം ഇവിടെ കുറവാണ്. ഇപ്പൊ എയർ ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല സെറ്റായിട്ട് നിൽക്കുന്നത് കണ്ടോ. നല്ല നല്ല കട്ടി. ഇതേ 2 തലേണയുണ്ട്. അതെ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങളായിട്ട് പോകുന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ എന്തായാലും കുഞ്ഞുങ്ങളെ വെച്ച് കാണിച്ചു തരാവേ. അപ്പൊ ഇതാണ് നമ്മുടെ കാർ കേട്ടോ, മാരുതി എക്സ്പ്രസോ VXi 2026 മോഡൽ കേട്ടോ. നമ്മള് ഇതെടുത്തതിന്റെ ഫുൾ വീഡിയോസ് നമ്മൾ മുമ്പോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ വണ്ടി എടുത്തെല്ലാം ഒന്ന് റെഡി ആക്കണം. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടിൻറ്റ്, മറ്റേ റിവേഴ്സ് ക്യാമറ, പിന്നെ ഡാഷ് ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഓരോരോ പുറകിലായതുകൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ എല്ലാ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. കാലക്രമേണ മുമ്പോട്ട് ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോയുടെ വണ്ടിയുടെ റിവ്യൂ ഒരു മാസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ 1 മാസം കഴിയുമ്പോഴത്തേക്കും വണ്ടിയുടെ റിവ്യൂ ആയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ വീടിനെ അടുത്ത് വണ്ടി നമുക്ക് വീടിന് മുമ്പിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. അത് കാരണം നമ്മൾ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിംഗ് ആണ് എടുത്തേക്കുന്നത്. ഇവിടെ അധികം വണ്ടികളൊന്നും ഇല്ല കേട്ടോ, 2-3 വണ്ടിയേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ പാർക്കിങ്. ഈ പാർക്കിങ്ങിൽ നമ്മൾ ഇടാൻ മെയിൻ കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ വീട് അവിടെയാണ് കാണുന്നത്. നമ്മുടെ വീടിന്റെ ടെറസിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ വണ്ടി കിടക്കുന്ന കാണാൻ പറ്റും. ഞാൻ 2 തെങ്ങ് കണ്ടോ, ആ തെങ്ങിന്റെ നടുക്ക് ഒരു ബ്രൗൺ കളറിലെ 2 നില വീട് കണ്ടോ. ആ 2 നില ഗ്രേ കളറിലെ വീടാണ് നമ്മുടെ വീട്. അപ്പൊ ഇല്ലേ, ആ വീടിന്റെ നമ്മുടെ വീടിന്റെ ടെറസിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ വണ്ടി കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ സ്ഥലം തന്നെ ചൂസ് ചെയ്യാൻ കാര്യം കേട്ടോ.